നമസ്കാരം. പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്ന് ഇഡി. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. മുഴുവൻ പ്രവർത്തകരോടും പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ആം ആദ്മി പാർട്ടി നിർദ്ദേശം നൽകി. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഇത്തവണ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തുഗ്ലക് റോഡ്, സഫ്ദർജംഗ് റോഡ്, കമാൽ അത്താർ തുക് മാർഗ് എന്നിവിടങ്ങളിൽ വാഹനഗതാഗതം അനുവദിക്കില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് നിലവിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടാതെ ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും കൂടുതൽ പേരെ വിന്യസിച്ചു. മാർച്ച് ആരംഭിക്കുമ്പോൾ തന്നെ ബാരിക്കേഡ് വെച്ച് തടയാനാണ് പോലീസിന്റെ നീക്കം. മദ്യനയ അഴിമതി കേസിൽ കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കവിതയെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന കാര്യം ഇഡി ഇന്ന് കോടതിയെ അറിയിക്കും. കെജ്രിവാളിനൊപ്പമിരുത്തി കവിതയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇഡിയുടെ തീരുമാനം. കേസിൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ കവിതയുടെ ബന്ധുക്കളുടെ വീടുകളിലടക്കം ഇഡി പരിശോധന നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ കോഴ ആരോപണ പരാതി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ 150 കോടി രൂപ കോഴ വാങ്ങിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ എച്ച് ഹഫീസാണ് കോടതിയെ സമീപിച്ചത്. സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു പി വി അൻവർ MLA ആരോപണം. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനികളിൽ 3 തവണയായി 150 കോടി രൂപ ചാവക്കാട് എത്തിച്ചെന്നും ഈ തുക വി ഡി സതീശന് ലഭിച്ചെന്നുമായിരുന്നു പി വി അൻവർ നിയമസഭയിൽ ആരോപണമുന്നയിച്ചത്. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിന്റെ ചുമതലയിൽ നിന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒഴിഞ്ഞു മാറുന്നതിൽ അതൃപ്തി അറിയിച്ച് സംസ്ഥാന ഘടകങ്ങൾ. പ്രചാരണഘട്ടത്തിലെ പണപ്പിരിവ് നടത്തിയാൽ തിരിച്ചടിയാകുമെന്നാണ് സംസ്ഥാന സമിതികളുടെ നിലപാട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സാഹചര്യം എന്താണ്? സംസ്ഥാന ഘടകങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് രാധാകൃഷ്ണൻ? ശ്രീലക്ഷ്മി, ഈ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അതിനൊപ്പം കാശും കൂടി ചോദിച്ചാൽ തിരിച്ചടിയാകും എന്നുള്ളതാണ് പല സംസ്ഥാന ഘടകങ്ങളുടെയും നിരീക്ഷണം. രാഷ്ട്രീയമായിട്ട് നിലവിലുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണം കൂടി നടത്തണം എന്നൊരു താല്പര്യമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന ഘടകങ്ങൾക്ക് അത് പ്രകാരമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ വിവിധ സംസ്ഥാന ഘടകങ്ങൾ അതിനോട് വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വത്തിനോട്. വോട്ട് ചോദിക്കേണ്ട സമയത്ത് ഈ പണം കൂടി ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായി മാറും എന്ന ഒരു നിരീക്ഷണം അവർ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ മുൻകാലങ്ങളിലേതുപോലെ ഉറപ്പാക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് ദേശീയ നേതൃത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാന ഘടകങ്ങളോട് പണപ്പിരിവ് നടത്തണം, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണം നടത്തണം എന്ന നിർദ്ദേശമാണ് ഉള്ളത്. അത് പ്രായോഗികമല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഈ സംസ്ഥാന ഘടകങ്ങൾ. പാർട്ടിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആ ഫണ്ടിൽ നിന്നും തങ്ങൾക്കും വിഹിതം ലഭിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് ഈ സംസ്ഥാന ഘടകങ്ങൾ ഫലത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഇനി നിർണായകമാണ്. ശരി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. BJP സീറ്റ് നിഷേധിച്ചതിൽ വരുൺ ഗാന്ധി ഇന്ന് പ്രതികരിച്ചേക്കും. BJP വിടുന്നതിലടക്കം പ്രതികരണമുണ്ടാകുമെന്നാണ് സൂചന. SP പ്രവേശനം സംബന്ധിച്ചും നിലപാട് വ്യക്തമാക്കും. മനേകാ ഗാന്ധിയുമായി ഇന്നലെ ചർച്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. 3 ലക്ഷത്തിലധികം യുവ സമ്മതിദായകരാണ് സംസ്ഥാനത്ത് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. 2023 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം 3,80,800 വോട്ടർമാരാണ് പുതുതായി ചേർന്നിട്ടുള്ളത്. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള സമ്മതിദായകരാണ് യുവ വോട്ടർമാരുടെ വിഭാഗത്തിലുള്ളത്.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാർ കൂടിയാണ് ഇവർ. ഹ്രസ്വകാലയളവിനുള്ളിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ ഈ വർധന ശരാശരി അടിസ്ഥാനത്തിൽ രാജ്യത്തു തന്നെ ഒന്നാമതാണ്. ഭിന്നലിംഗക്കാരായ വോട്ടർമാരുടെ എണ്ണം കരട് പട്ടികയിൽ 268 അന്തിമ വോട്ടർ പട്ടികയിൽ ഇത് 309. ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപകമായി നടത്തിയ പ്രചാരണ പരിപാടികളും ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ നടത്തിയ പ്രചാരണവുമാണ് യുവാക്കളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. സോഷ്യൽ മീഡിയ മുഖേനയും കോളേജുകൾ, സർവകലാശാലകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ട് വണ്ടി പ്രചാരണ വാഹനം സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥിയായ ശേഷം വയനാട്ടിലെത്തുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകും. ഇന്ന് വൈകിട്ട് 3 കൽപ്പറ്റയിലാണ് സ്വീകരണത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ് സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 68,000 വോട്ടുകൾ മാത്രമാണ് NDA മുന്നണിക്ക് ലഭിച്ചിരുന്നത്. BDJS-ൽ നിന്ന് ഇത്തവണ BJP സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ NDA സ്ഥാനാർത്ഥി MT രമേശ് ഇന്ന് സത്യഗ്രഹം നടത്തും. നഗരത്തിലെ പല മേഖലകളിലും കുടിവെള്ളം ലഭിച്ചിട്ട് നാളുകളായെന്ന് BJP ആരോപിച്ചു. മെഡിക്കൽ കോളേജ്, കോവൂർ, ഉമ്മളത്തൂർ, മഠത്തിൽമുക്ക്, പൊക്കുന്ന്, കോട്ടുളി, മീമ്പാലക്കുന്ന്, കുതിരവട്ടം, പുതിയറ, മാറാട് തുടങ്ങി മിക്കയിടത്തും കുടിവെള്ളം മുടങ്ങി. കോർപ്പറേഷനെയും വാട്ടർ അതോറിറ്റിയെയും പലതവണ അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നാണ് ആരോപണം. രാവിലെ 10 മുതലാണ് പ്രതിഷേധം. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന് വേണ്ടി വോട്ട് ചോദിക്കാനിറങ്ങി ജോസ് കെ മാണി. പാലാ ടൗണിലാണ് ജോസ് കെ മാണി വോട്ട് ചോദിച്ചിറങ്ങിയത്. മറ്റ് പാർട്ടികളിൽ പതിവില്ലാത്ത കാഴ്ചയാണിത്. പാർട്ടി ചെയർമാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുന്ന കാഴ്ച. അഭിമാന പോരാട്ടം നടക്കുന്ന കോട്ടയത്ത് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് പാർട്ടി ചെയർമാന്റെ ഈ നീക്കം. കൊട്ടാരമറ്റം സ്റ്റാൻഡിലായിരുന്നു ജോസ് കെ മാണി വോട്ട് അഭ്യർത്ഥിച്ചത്. ഓരോ കടകളിലും കയറിയിറങ്ങി തോമസ് ചാഴിക്കാടന് വേണ്ടി വോട്ട് ചോദിച്ചു. ഞങ്ങൾ വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് പാലാ ഈ മുനിസിപ്പാലിറ്റി ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള കടകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ കയറുകയാണ്. അടുത്ത ദിവസം തന്നെ വാഹന പ്രചരണ പരിപാടിയിലേക്ക് കയറുകയാണ്. പാർട്ടി ചെയർമാന്റെ പിന്തുണ ഗുണം ചെയ്യുമെന്ന് സ്ഥാനാർത്ഥി. തീർച്ചയായിട്ടും അത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്, കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായും വിജയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രവർത്തകർക്കൊപ്പം കുശലം പറഞ്ഞും ചായ കുടിച്ചും പ്രചാരണം സജീവമാക്കി ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ലോക്സഭയിൽ പാലക്കാർ പിന്തുണയ്ക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മുകാർ. ടോബി ജോൺസൺ, 24 കോട്ടയം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ചൂട് കൂടും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. റമദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും നിരുപാധികം വിട്ടയക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. ഇസ്രയേലിന് അനുകൂലമായി ഇതുവരെയും നിലപാട് സ്വീകരിച്ച അമേരിക്ക വീറ്റോ ചെയ്യാതെ വിട്ടുനിന്നു. ഇതോടെയാണ് പ്രമേയം പാസ്സായത്. UN രക്ഷാസമിതിയിൽ ഇതാദ്യമായാണ് വെടിനിർത്തൽ പ്രമേയം പാസ്സാകുന്നത്. 10 അംഗങ്ങൾ ചേർന്ന് കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും പിന്തുണച്ചു. പ്രമേയം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമായിരിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അതിനിടെ പ്രമേയം വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലേക്കുള്ള ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ ബെഞ്ചമിൻ നെതന്യാഹു റദ്ദാക്കി. അരുണാചൽ പ്രദേശിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് ചൈന. എക്കാലത്തും അരുണാചൽ പ്രദേശ് തങ്ങളുടേതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ഇന്ത്യയുടേത് അനധികൃത കയ്യേറ്റമെന്നാണ് ആരോപണം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, അരുണാചൽ പ്രദേശ് സംബന്ധിച്ച് എല്ലാ കാലവും തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വിഷയത്തിൽ ചൈനയുടെ പ്രതികരണം, ഒപ്പം ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവകാശവാദത്തിൽ ഒരു പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്?
ഈ മാർച്ച് 9-നാണ് പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത്. അന്ന് മുതൽ ഏതാണ്ട് 4 തവണകളായിട്ടാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതേ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത്. ഇന്നലെ അത് വീണ്ടും ചൈന ശക്തമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇതിനുള്ള മറുപടി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖേന നൽകിയിരുന്നു. ചൈന ഉന്നയിക്കുന്ന അവകാശവാദം അവർക്ക് തന്നെ തെറ്റെന്നറിയാവുന്നതും പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ളതും ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അനുബന്ധമായിട്ട് ഇന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകും. ചൈന ഇപ്പോൾ പറയുന്നത് അവർ ഈ അരുണാചലിനെ വിളിക്കുന്നത് സാങ്നാൻ എന്നാണ്. ആ മേഖലയെ അരുണാചൽ പ്രദേശിനെ അവർ വിളിക്കുന്നത്. സാങ്നാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകം ആണെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീ ജിയാൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടേത് അനധികൃത കൈയേറ്റമെന്നും ചൈന ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുള്ള നിലപാട് ഇന്ത്യ ഇന്ന് വ്യക്തമാകും. അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള മേഖലയാണ് അരുണാചൽ പ്രദേശ്. അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഇന്ത്യ വ്യക്തമാക്കി. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പരിപാടികൾ നടക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഭാരക്കടയുണ്ട് ഇടുക്കിയിൽ. ഐഡിയ ഗ്രൗണ്ടിൽ പാർട്ടി പരിപാടികൾക്ക് എത്തുന്നവർക്ക് സംഭാരവും സർബത്തും നൽകി ആശ്വാസം പകരുന്നത് ഇവരാണ്. പഴയ കാലമല്ല, ഹൈറേഞ്ചും അങ്ങ് ചുട്ടുപൊള്ളുകയാണ്. പാർട്ടി പരിപാടികൾക്ക് പോയാൽ കുപ്പിവെള്ളം കിട്ടുമായിരിക്കും, പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതറിയാവുന്നത് കൊണ്ടാണ് ഇടുക്കിയിലെ ബിബിനും കൂട്ടുകാരും പാർട്ടി അണികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കടയങ്ങ് തുറക്കുന്നത്. പാർട്ടി പരിപാടികളുള്ള ദിവസം എത്ര വലിയ തിരക്കാണെങ്കിലും ഈ കട തുറന്നിരിക്കും. അത് ഏതു പാർട്ടിയുടെ പരിപാടിയാണെങ്കിലും. വെറും ഒരു കച്ചവടം മാത്രമല്ലിത്, ആഘോഷം കൂടിയാണ് ഈ ചെറുപ്പക്കാർക്ക്. നാടൻ ഐറ്റം സ്ഥിരമായിട്ടുള്ളതല്ല. ഇവിടെ ഒരു പരിപാടി വരുമ്പം ഞങ്ങളിങ്ങനെ വന്ന മോരും വെള്ളം, നാടൻ മോരും വെള്ളം, ഐഡിയ ഗ്രൗണ്ടിൽ എന്തൊരു പരിപാടി വന്നാലും ഇങ്ങനെ ഞങ്ങളൊരു ചെറിയ കളി അയച്ചു കൊടുക്കും. അല്ലെ എല്ലാ പരിപാടിയും, സകല പരിപാടി. പാർട്ടി പരിപാടിയിലെ ആളും ബഹളവും ഒക്കെ കഴിയുന്നതോടെ കടയും അടയ്ക്കും. സംഭാരം മാത്രമല്ല, നാരങ്ങ വെള്ളവും ചായയും ചെറുകടിയും ഒക്കെ ആവശ്യക്കാർക്ക് കിട്ടും. കൊടും ചൂടിൽ വിശാലമായ ഐഡിയ ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. 24 ഇടുക്കി. പത്തനംതിട്ട സ്വദേശിനി ജസ്ന മരിയ തിരോധാന കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ. അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന CBI തീരുമാനത്തിനെതിരെ ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കും. ഹർജിയിൽ CBI ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. 6 വർഷം അന്വേഷിച്ചിട്ടും ജസ്നയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ CBI തീരുമാനിച്ചത്. ആനപ്രേമികളുടെ എല്ലാ കാലത്തെയും ആവേശമായിരുന്ന ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 55 വയസ്സായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിലെ സാന്നിധ്യമായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. മലയാളം, തമിഴ് സിനിമകളിൽ തന്റെ ചന്തം കാട്ടിയിട്ടുള്ള ഗജവീരനാണ് അയ്യപ്പൻ. തമിഴിൽ രജനീകാന്ത് നായകനായ മുത്തു, ശരത് കുമാർ നായകനായ നാട്ടാമേ എന്നീ ചിത്രങ്ങളിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ജയറാം നായകനായ ആനച്ചന്തം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളുടെയും ഭാഗമായി. വിരിഞ്ഞ് ഉയർന്ന തലക്കുന്നി, ഭംഗിയുള്ള കൊമ്പുകൾ, നീളമുള്ള തുമ്പിക്കൈ, ഇവയൊക്കെയാണ് ഈ കൊമ്പന്റെ പ്രത്യേകതകൾ. 1992 ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാംകുന്ന് സഹോദരന്മാർ അയ്യപ്പനെ സ്വന്തമാക്കിയത്. അന്ന് കൊമ്പന്റെ പ്രായം 25-ൽ താഴെയായിരുന്നു. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റിയതോടെയാണ് അയ്യപ്പൻ ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും പ്രിയങ്കരനായത്. കേരളത്തിലുടനീളം മംഗലാംകുന്ന് അയ്യപ്പന് ആരാധകർ ഏറെയാണ്. കൊമ്പന്റെ വിയോഗമറിഞ്ഞതോടെ നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ അയ്യപ്പന്റെ ഓർമ്മകൾ കുറിക്കുന്നത്. ചെറായിയിൽ നടന്ന തലപ്പൊക്ക മത്സരത്തിൽ ജേതാവായിട്ടുണ്ട്. പാദരോഗത്തെ തുടർന്ന് അവശനായ അയ്യപ്പൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല. തുടർന്ന് ഇന്നലെ രാത്രിയോടെ ചെരിയുകയായിരുന്നു. 24 പാലക്കാട്. കായിക വാർത്തകൾ.
ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ജയം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഗുവാഹത്തിയിൽ രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനാണ് എതിരാളികൾ. ഗ്രൂപ്പിൽ 4 പോയിന്റുമായി നിലവിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. യോഗ്യതാ റൗണ്ട് 3-ലേക്കും ഏഷ്യ കപ്പിലേക്കും യോഗ്യത ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ദിവസങ്ങൾക്ക് മുൻപ് സൗദിയിൽ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഗോൾ രഹിത സമനില വഴങ്ങിയതിന്റെ നിരാശയിലാണ് ടീം ഇന്ത്യ. ഒപ്പം അവസാന 5 കളികളിലും ഗോളടിക്കാനായിട്ടില്ലെന്ന നാണക്കേടും മറികടക്കണം. ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ 150ാം അന്താരാഷ്ട്ര മത്സരം എന്ന പ്രത്യേകതയും ഈ കളിക്കുണ്ട്. ഇന്ത്യക്ക് ഇതുവരെ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് 3-ലേക്ക് മുന്നേറാനായിട്ടില്ല. ഗ്രൂപ്പിൽ 2ാം സ്ഥാനമെങ്കിലും ഉറപ്പിക്കാനായാൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം സ്വന്തമാക്കാം. അതേസമയം യോഗ്യത നേടിയെടുക്കാനായില്ലെങ്കിൽ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ച്. ഒരു വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിയുന്ന ഏകീകൃത ഗൾഫ് സന്ദർശക വിസ ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് ഖത്തർ ടൂറിസം. പദ്ധതി നടപ്പിലാക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഖത്തർ ടൂറിസം പ്രസിഡന്റ് സാദ് ബിൻ അലി അൽ ഖർജി വ്യക്തമാക്കി. കഴിഞ്ഞ നവംബറിൽ മസ്കത്തിൽ ചേർന്ന GCC രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രിമാരുടെ 40ാമത് യോഗത്തിലാണ് ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. പ്രവാസികളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏകീകൃത സന്ദർശക വിസ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗൾഫ് മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഖത്തർ ടൂറിസം മേധാവി സാദ് ബിൻ അലി അൽ ഖർജി വിശദീകരിച്ചത്. ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാവുമെന്നും പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രപ്പോസൽ സമർപ്പിക്കാൻ ഖത്തറിനെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഏകീകൃത വിസ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതികളും അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC രാജ്യങ്ങൾക്ക് പുറത്തുനിന്നും ഏതെങ്കിലും ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന ഒരാൾക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി സന്ദർശിച്ച് സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവഴി ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു. അൻവർ പാലേരി, 24, ദോഹ. തൊഴിലാളികളെ അനധികൃതമായി റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സൗദി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് കരട് നിയമത്തിൽ പറയുന്നു. ജോലിക്കെടുത്ത സ്ഥലത്ത് ജോലിയില്ല എന്ന പരാതി പല ഭാഗത്തു നിന്നും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങുന്നത്. ജോലി നൽകാൻ കഴിയില്ലെങ്കിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യരുത്. റിക്രൂട്ട് ചെയ്ത ശേഷം ജോലി നൽകാതിരുന്നാൽ സ്ഥാപനം അല്ലെങ്കിൽ സ്പോൺസർ കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ നിയമ ഭേദഗതി അന്തിമഘട്ടത്തിലാണ്. നിർദ്ദിഷ്ട നിയമം പൊതുജനാഭിപ്രായത്തിനായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഏകീകൃത ഇലക്ട്രോണിക് പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമായ ഇസ്തിത്ല വഴിയാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഏപ്രിൽ 20 വരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കരട് നിയമപ്രകാരം ജോലിയില്ലാത്ത തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്താൽ 2 ലക്ഷം റിയാൽ മുതൽ 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. കൂടാതെ നിയമലംഘനം നടത്തുന്ന വിദേശികളെ നാടുകടത്തും. തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. പ്രൊഫഷണൽ തൊഴിലാളികളെയോ ഗാർഹിക തൊഴിലാളികളെയോ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് നിയമം പറയുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ ജോലി ഒഴിവുകളെക്കുറിച്ച് പരസ്യം ചെയ്താൽ 5 ലക്ഷം റിയാൽ വരെ പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. വാണിജ്യ മന്ത്രാലയം, നീതിന്യായ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, മനുഷ്യാവകാശ കമ്മീഷൻ, പബ്ലിക് പ്രോസിക്യൂഷൻ തുടങ്ങിയവയുമായി ചേർന്നാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ആവേശം ശക്തം. ഗൾഫ് നാടുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിന് തുടക്കമായി. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആദ്യമെത്തിയത്. പ്രവാസികളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വടകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആദ്യമെത്തിയത്. കോൺഗ്രസ് പോഷക സംഘടനയായ ഇൻകാസിന്റെയും ലീഗ് സംഘടന KMCCയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ UAE വിവിധയിടങ്ങളിൽ നിന്ന് വടകരക്കാർ ഒന്നിച്ചെത്തി. പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടൽ ഉറപ്പു നൽകി ഷാഫി പറമ്പിൽ. ഇപ്പം നാളെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ നാളെ ഒരു പ്രവാസി കാര്യത്തിൽ ഒരു ഫയലിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട ആൾ ഞാനൊന്നുമല്ല. പക്ഷെ ആ തീരുമാനം എടുക്കേണ്ട ആളുടെ മുമ്പിൽ ഇവരുടെ ഇഷ്യൂസ് അത്
കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് നിർബന്ധമായും നിർവഹിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംവിധാനം വടകരയിൽ പ്രവർത്തിക്കുമല്ലോ. ആ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള, പ്രവാസികളുടെ ഇവിടെയുള്ളവരുടെ ഇഷ്യൂസിനെ അറ്റൻഡ് ചെയ്യാനും അവിടെയുള്ളവർക്ക് അവരുടെ കുടുംബനാഥന്മാരൊക്കെ ഇവിടെ ആവുന്ന സാഹചര്യത്തിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കാൻ തീരുമാനങ്ങളുണ്ട്. അത് അതിനെ സംബന്ധിച്ച് മനസ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ട്. നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ ഗൾഫ് നാടുകളിൽ നിന്ന് വിമാനം ചാർട്ട് ചെയ്യുന്നതുൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്ന് പ്രവാസി സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ ജില്ലാ ചെയർമാൻമാരെ എടുത്തുകൊണ്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കഴിയുന്നത്ര വോട്ടേഴ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ, അതിന് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം മറ്റന്നാൾ ഏകദേശം ഫൈനലാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് മാക്സിമം ഓരോ ജില്ലയിലും പെട്ട ആൾക്കാരെ വോട്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ വിമാനം ചാർട്ട് ചെയ്ത് നാട്ടിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്ന ഒരു പാറ്റേണാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്നടക്കം കൂടുതൽ സ്ഥാനാർത്ഥികൾ ഗൾഫ് നാടുകളിൽ പ്രചരണത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷ. 24 ദുബായ്. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയത്. പൂക്കോട് സർവകലാശാലയിലെ പുതിയ വിസിയെ ഗവർണർ ഇന്ന് തീരുമാനിക്കും. പുതിയ നിയമനം പ്രൊഫസർ PC ശശീന്ദ്രനാഥ് രാജിവെച്ചതോടെ. വിസി രാജിവെച്ചത് JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ബന്ധമുള്ള വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിലെ ഗവർണറുടെ അതൃപ്തിയെ തുടർന്ന്. മദ്യനയ അഴിമതി കേസിൽ കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കവിതയെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന കാര്യം ED ഇന്ന് കോടതിയെ അറിയിക്കും. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയാകാത്തതിൽ നിരാശയില്ലെന്ന് മേജർ രവി. പാർട്ടി തീരുമാനം ചിരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നുവെന്നും മേജർ രവി. പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ കാണാം. നമസ്കാരം.